ഹലോ അല്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി നമ്മൾ ഇന്ന് ഷോപ്പിലേക്ക് അല്ലട്ടോ. ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ പുരയിൽക്കാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെതാണ്. കാരണം അത്രയും സന്തോഷമാണ് മനസ്സിലുള്ളത്. എല്ലാവരോടും വേഗം തന്നെ യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. പുതിയതായിട്ട് വന്ന രണ്ടാൾക്കാർക്ക് ഇതുപോലെ നമ്മളെന്നാ പോകുക എന്നുള്ള വിഷമവും എയർപോർട്ടിൽ കാക്കാൻ ഞാൻ അനീഫനായിട്ട് വിളിച്ചു. കൃത്യനിഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് കൂടി പാത്ത ചങ്ങയ്യ 9:10 എനിക്ക് ഫ്ലൈറ്റ് ഉള്ളതിന് എന്നെ ഇവിടെ കൊണ്ടുപോയാക്കിയത് 8 മണിക്കാണ്. ലഗേജിന്റെ അപ്പുറം തന്നെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗും കയറ്റി വിട്ടു. 30 കിലോ ലഗേജും ഉണ്ടായിരുന്നു, 10 കിലോ ഹാൻഡ് ബാഗിലും ഉണ്ടായി. രാത്രി 9:00 പോകുന്ന രാവിലെ 4 മണിക്കാണ് അടുത്ത എയർ ഇന്ത്യ ആണ് കേട്ടോ ഫ്ലൈറ്റ്. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഓരോന്ന് ഇങ്ങനെ കാണുന്നത്. ചിറകിന്റെ തുമ്പത്ത് തീ പിടിക്കലും ആകാശത്ത് നിന്ന് കാറ്റൊഴിഞ്ഞു പോലും നേരം വൈകിച്ച് ആൾക്കാരെ പട്ടിണി കിടുന്നതുമാണ് വില പണിയുന്നത്. ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കയറാനുള്ള സമയമാകുമ്പോൾ എന്തേത്തൊരു തിരക്ക് തേനീച്ചക്കൂട്ടിൽ കയറണമായി. എന്തേത്തിനാണ് എല്ലാവരും കൂടി തിരക്ക് കൂട്ടുന്നത്? നമ്മളെ കൂട്ടാണ്ട് ഇവിടുന്ന് എന്തായാലും ഇത് പോകില്ലാന്ന് പറഞ്ഞിട്ട് ഒരു യൂണിയൻ വരെ ഉണ്ടാക്കിയിരുന്നു ബേക്കിലുള്ളവർ. വേഗം പോയിട്ട് വേണം എനിക്ക് അതിന്റെ ഉള്ളിൽ എന്റെ സീറ്റ് കണ്ടുപിടിക്കാൻ. നമസ്കാരം. വിൻഡോ കിട്ടിയില്ലെങ്കിലും സൈഡിലത്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു പോയി നോക്കും. എനിക്ക് നടുത്ത സീറ്റാ കിട്ടി. വിളവിന്റെ ഇടയിൽ നിങ്ങൾ കയറിയ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈറ്റാ ഓരോന്നൊക്കെ ഇട്ട് ചാടിക്കോൾ വണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് വലത്തെ ഭാഗത്ത് എനിക്ക് പറ്റിയൊരു കമ്പനീനാ കിട്ടിയിട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ പൊന്തി കിട്ടിയിരിക്കുന്നുട്ടോ. ഇനി ഇറങ്ങി കിട്ടിയാൽ ഭാഗ്യം. നേരം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏതായാലും ലുഡോ എടുത്ത് കളി തുടങ്ങി. ദുനിയാവിലേടെ പോയി കഴിഞ്ഞാൽ ഇത് കളിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് വേണ്ടല്ലോ. KSRTC ബസ് കട്ടലിൽ ചാടുന്ന വൈരുണ്ട്. ബാത്റൂമിൽ പോയി നിന്നിട്ട് പേടിച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങി. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നേരെ മുമ്പ് തന്നെ. ഓളപ്പരം ഞാൻ കുറച്ചു നേരം സാറ്റൊക്കെ കളിച്ചിരുന്നു. കോഴിക്കോടത്തിൽ നിന്നും കൂടെ പറഞ്ഞപ്പോൾ പെരും തിരക്ക് കൂട്ടുന്നതല്ലോ. അടുത്ത എയർപോർട്ടിന്റെ ഒന്നും മാതിരിയല്ല, ഇത് കോഴിക്കോടാണ്. ഇവിടെ നിന്നൊക്കെ പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ ചില്ലറ നയിപ്പൊന്നല്ലോ. സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാത്തുക. കുറച്ചു നേരം കാത്തുന്ന അവസാനം എന്റെ പെട്ടി വന്നു, ഓന്റെ വന്നില്ല. ഉരുണ്ട ഭൂമിയിൽ ഇതുപോലെ എപ്പോഴെങ്കിലും ഉരുണ്ട് വരുമ്പോൾ നമ്മൾ കാണാമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടെടുത്ത് പോകും. ഇത്രയും ആൾക്കാർ രാവിലെ തന്നെ ഇങ്ങനെ നോക്കിക്കണ്ടുന്നുണ്ടെങ്കിൽ ഒരു കണ്ണടയും കൂടി വെക്കാനും. അൽഹംദുലില്ലാ ഹൈർ നേരത്തെ തന്നെ പോലെ എത്തിക്കുന്നു. എന്റെ സ്വന്തം സാപ്പിമോനും സുൽത്താനുമാണ് രാവിലെ തന്നെ എന്നെ കൂട്ടാനെത്തി. ആക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഏതായാലും സുബൈന്റെ സമയമല്ലേ. സുബൈൻ നിൽക്കാച്ച് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ സാപ്പിനെ കാണുന്നില്ല. പോയി നോക്കുമ്പോൾ ഓനാടെ വരി നിൽക്കുകയാണ്. പ്രഭാതകർമ്മം തീർത്തിട്ട് വരാന്ന് പറഞ്ഞു. ഓൻ വരുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ ഒരു ചായയും സമൂസയും കുടിച്ചു. പത്തിരിയും കൂട്ടാനൊക്കെ പുരയിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിനോട് പുരയിൽക്ക് വേഗം വണ്ടി വിട്ടോന്ന് പറഞ്ഞു ഞാൻ. ഒരൊറ്റ മണിക്കൂർ യാത്രയേ ഉള്ളൂ നമുക്ക് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട്. പുരയിലെത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് മുകളിൽ കയറി വെക്കുമ്പോ ഇസുമോ നല്ല ഉറക്കാട്ടോ. ഉറക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചെണീപ്പിച്ച് ഞാനൊരു സർപ്രൈസ് ആയി കൊടുത്തു. ഇതുവരെ ഫോണിൽ കണ്ട ആൾ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയോ എന്നുള്ള ഒരു സന്തോഷമാണ്. എന്റെ സന്തോഷം പിന്നെ നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഞമ്മക്ക് ഏതായാലും പിന്നെ കാണട്ടോ.